നാട്ടിൽ വെക്കേഷന് പോയി കഴിഞ്ഞെങ്കിൽ എൻ്റെ മെയിൻ പരിപാടി സ്വബൈ നിസ്കരിച്ചിട്ട് ഒരു ചായ എല്ലാം കുടിച്ചിട്ട് എൻ്റെ വൈഫും പിന്നെ നമ്മളെ ചേച്ചിയും നോക്കി വളർത്തുന്ന പച്ചക്കറി അത് ഇങ്ങനെ ഞാൻ വലിയ ആളെ മാതിരി പോയിട്ട് പറിക്കൽ, അതെല്ലാം എനിക്കൊരു വീക്ക്നെസ്സാണ്, എൻ്റെ മെയിൻ പരിപാടി. എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഫാമിലി ഗ്രൂപ്പിലെല്ലാം ഇട്ടിട്ട് ഇതാ എൻ്റെ പച്ചക്കറി നോക്കിക്കോ എങ്ങനെയുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്, അതെല്ലാം നല്ല പാങ്ങിൽ കെയറാക്കും ചേച്ചിയും വൈഫും. അപ്പോൾ അതെല്ലാം പറിക്കലും അതിൻ്റെ വീഡിയോ ഇടലും. പക്ഷെ ഞാനും കുറേ നട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ചാമ്പക്കയെല്ലാം ഞാൻ നട്ടതാണ്. ഇതെല്ലാം പിടിച്ചിട്ട് കാണാൻ എന്തോ ഒരു രസമല്ലേ, അതേപോലെ തന്നെ ഇത് പറിച്ചിട്ട് തിന്നാൻ എന്തോ ഒരു ടേസ്റ്റ് മോനെ. ഇത് മാങ്ങയെല്ലാം പറിക്കി നോക്കിയാൽ നല്ല അടിപൊളി പറിക്കുന്ന സാധനമെല്ലാം മേങ്ങിയിട്ട് കൊളന്നിട്ട് പറിക്കുന്നത്. ഇതെല്ലാം ദുബൈയിൽ നിന്നിട്ട് നോക്കുമ്പോൾ ഇല്ലേ എന്തോ രസം, നമ്മളെ കുട്ടിക്കാലമെല്ലാം ഓർമ്മ വരുന്നു. പിന്നെ ഇതാ നല്ല അടിപൊളി കോയക്ക, ഇതെല്ലാം പറിച്ചിട്ട് സാമ്പാറിലേക്കെല്ലാം ഇട്ട് കൊടുത്തെങ്കിലേ സാമ്പാറിന്ന് പിടിച്ച കിട്ടിയില്ല. ഇതുപോലെ ഫ്രൂട്ട്സ് എല്ലാം നട്ട് വളർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്കെല്ലാം ഇത് ഇഷ്ടപ്പെടും ഈ വീഡിയോ. പിന്നെ അതുപോലെ ഇത് നട്ട് വളർത്താത്ത ആൾക്കാർക്കൊരു പ്രചോദനം കൂടി ആയിക്കോട്ടെ എറിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. നല്ല ചേരങ്ങയെല്ലാം നോക്കിയേ, എപ്പാ ഞാൻ പറിക്കുന്ന കണ്ടാൽ നിങ്ങൾ എന്ത് വിചാരിക്കും, ഞാൻ എന്നെ നട്ടതെന്ന് വിചാരിക്കില്ലേ? ഇല്ല, ഇതെല്ലാവരും നട്ടത്, പക്ഷെ പറിക്കാൻ ഞാൻ ആള് മെയിൻ. ഇത് നല്ല പച്ച ബൈനിങ്, ഇതെല്ലാം മോനെ പറിച്ചിട്ടില്ലേ നമ്മളെ കുടിക്കാർക്കും കുടുംബക്കാർക്കെല്ലാം കൊടുത്തിട്ടാകുമ്പോൾ എന്ത് ഹാപ്പിയാണെന്നറിയോ. നല്ല ഉച്ചക്ക് നല്ല അടിപൊളി ബറവാക്ക. രാവിലെ എണിച്ചിട്ട് മായിൻ്റെ അടിക്ക് പോയെങ്കിൽ അതിങ്ങനെ നല്ല പൊത്ത മാങ്ങ വീണിട്ടുണ്ടാവും, അത് പറക്കിയിട്ട് കൊണ്ടുപോയിട്ടില്ലേ മുറിച്ചിട്ട് തിന്നുമ്പോണ്ടല്ലോ, അത് പറക്കുമ്പോൾ തന്നെ നമ്മളെ കുട്ടിക്കാലം ഓർമ്മ വരും. ഏപ്പാ ഇതെല്ലാം ഓർഗാനിക് പച്ചക്കറി. ഇതുപോലെ നിങ്ങളെല്ലാവരും പച്ചക്കറിയെല്ലാം നടണം, എന്നിട്ട് ഈ വിമുക്തമായ പച്ചക്കറികൾ കഴിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദെൻ ഓക്കെ ഗേയ്സ്.